പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. മനഃശാന്തി മരീചികയാകുന്ന മാറ്റങ്ങളുടെ ലോകത്തിൽ, മനസ്സമാധാനം വനരോധനമാകുന്ന ആധുനിക സമൂഹത്തിൽ പുതുജീവിത സാക്ഷാത്കാരത്തിനിതാ സുനിശ്ചിതമായ ഒരു രൂപരേഖ. കാറ്റും കോളുമുള്ള സമുദ്രത്തിലൂടെ തന്റെ യാനപാത്രത്തെ മറുകരയിലേക്ക് നയിക്കുന്ന കപ്പിത്താനോട് ചോദിക്കുന്നു, എങ്ങനെയാണ് ഈ പ്രക്ഷുബ്ധമായ കടലിലൂടെ നിങ്ങൾ യാനം ചെയ്യുന്നത്? മറുപടി, എന്റെ ഹൃദയം എപ്പോഴും തുറമുഖത്താണ്, ചുറ്റുമുള്ള പ്രക്ഷുബ്ധമായ കടലിൽ അല്ല. ആത്മാക്കളുടെ ഇടയനായ സമാധാന പ്രഭുവിൽ അഭയം കണ്ടെത്തുന്ന സൗഭാഗ്യം ഒന്ന് വേറെ തന്നെ. റോമൻ ചക്രവർത്തിമാരുടെ പീഡനകാലത്ത് മരിച്ച വിശ്വാസികൾ ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ടതാണോ? ദുർമരണം വിശ്വാസിക്ക് നേരിടേണ്ടി വരുമോ? രണ്ടാം മരണം എന്നാൽ എന്താണ്? സത്യക്രിസ്തു വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ കാര്യമായ ഒരു കുഴപ്പവും ഉണ്ടാകാത്തതിന് കാരണം ക്രൈസ്തവ രക്തസാക്ഷികളും ശുഭപ്രത്യാശയും. ആരെ ഭയപ്പെടണം? ബൈബിൾ അറിയാത്തതും അംഗീകരിക്കാത്തതുമായ കുരിശുയുദ്ധങ്ങൾ. ആത്മരക്ഷ സൗജന്യമാണെന്ന വാർത്ത ബൈബിളിന്റെ മാത്രം സന്ദേശം. കർമ്മങ്ങളാലും കൂദാശകളാലും മരണശേഷമുള്ള ന്യായവിധിയിൽ നിന്നും വിടുതൽ ഒരുക്കുമോ? ഓരോ വിശ്വാസിയുടെയും തനി നിറവും തിരക്കഥയും വെളിപ്പെടുന്ന നാൾ വരുന്നു. ജോൺ പി തോമസ് സാറേ, നമസ്കാരം. നമസ്കാരം. ഈ പ്രിൻസ് ഓഫ് പീസ് പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. താങ്ക് യു. കാണാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണെങ്കിലും മരണം, മരണാനന്തര ജീവിതം ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ കൂടെ എൻ്റെ ഹൃദയത്തിലുണ്ട്. ചോദിക്കാമല്ലോ? ചോദിക്കാം. ഈ വിശ്വാസികളുടെ മരണത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഈ ദുർമരണങ്ങൾ സംബന്ധിച്ച് ബൈബിൾ എന്തു പറയുന്നു? അതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കതിന് ഏറ്റവും നല്ല തെളിവ് സഭയുടെ ആരംഭ കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. ഏതാണ്ട് AD 100 തൊട്ട് 312 വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ 200 ദീർഘമായ വർഷങ്ങൾ റോമൻ ചക്രവർത്തിമാർ ആദിമ നൂറ്റാണ്ടിലെ സഭയെ കൊന്നൊടുക്കി. ക്രിസ്തുവിനെ ക്രൂശിച്ച സാമ്രാജ്യം തന്നെ അവൻ്റെ ശിഷ്യന്മാരെ കൊല്ലുവാൻ തുടങ്ങി. ചരിത്രം ഏതാണ്ട് പറയുന്നത്, കണക്ക് കൂട്ടുന്നത്, ആ കാലഘട്ടം 2000 വർഷം മുമ്പ് ഭൂമിയിൽ ഏതാണ്ട് 25 കോടി ജനങ്ങളേ ഉള്ളൂ. അന്ന് യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലം. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് 25 കോടി ജനങ്ങളേ ഉള്ളൂ. ആ 25 കോടി ജനങ്ങളുള്ളതിൽ 50 ലക്ഷം വിശ്വാസികളെ, ക്രിസ്തുഭക്തന്മാരെ കൊന്നൊടുക്കിയവർ. ശരി. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലെ ജനസംഖ്യയോടുള്ള അനുപാതത്തിൽ അത് ചിന്തിക്കുമ്പോൾ വലിയൊരു സംഖ്യയാണ്. എന്നാൽ അവർ വളരെ സന്തോഷത്തോടെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ നീറോയ്ക്കും മറ്റും ഈ ക്രിസ്ത്യ വിശ്വാസികളെ കൊല്ലുമ്പോൾ ഇവർ ചിരിച്ചുകൊണ്ട് മരിക്കുന്നതായിരുന്നു തന്നെ കൂടുതൽ കോപിഷ്ഠനാക്കിയത്. ക്രൈസ്തവ വിശ്വാസികൾ പുഞ്ചിരിയോടുകൂടെ മരണത്തെ സ്വാഗതം ചെയ്തു. അതുകൊണ്ട് ക്രൂരമായ മരണങ്ങൾക്ക് ഓരോ പ്രാവശ്യവും അതിക്രൂരമായ മരണങ്ങൾക്ക് ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ചരിത്രം നമ്മൾ വായിച്ചാൽ നമുക്ക് തന്നെ കണ്ണുനീര് വരും. അവരെ വലിച്ചു കീറുന്നു, ജീവനുള്ള മൃഗങ്ങൾക്ക് അവരെ തിന്നാൻ ഇട്ടുകൊടുക്കുന്നു, അവരെ തീപ്പന്തങ്ങൾ പോലെ കത്തിക്കുന്നു. ചരിത്ര പുസ്തകങ്ങളൊക്കെ എല്ലാം ചരിത്രത്തിലുള്ള സംഭവങ്ങളാണ്. 200 വർഷക്കാലം അവരെ കൊന്നൊടുക്കിയപ്പോഴും അവരെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ മരണത്തെ അഭിഹരിച്ചത് നീറോയെ ഭ്രാന്ത് പിടിപ്പിച്ചു, ഈ ചക്രവർത്തിമാരെ. എന്നാൽ ആ കാലഘട്ടത്തിൽ യഹൂദ വിശ്വാസത്തിൽ നിന്നാണ് ഒരു വലിയ സമൂഹം വിശ്വാസത്തിൽ ആദ്യം വരുന്നത്, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന്. എന്നാൽ അവരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിൽ ദുർമരണങ്ങൾ വാസ്തവത്തിൽ അത് ദൈവികമായ ഒരു അനുവാദമല്ല എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. ദൈവിക അനുഗ്രഹത്തിന്റെ ലക്ഷണമല്ല എന്ന് അവർ കരുതിയിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിലാണ് വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തു സ്മുർന്ന സഭയ്ക്കുള്ള ദൂത് എഴുതുന്നത്. സ്മുർന്ന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മൂരെന്നുള്ള വാക്കിന്റെ അർത്ഥം കയ്പെന്നാണ്. കയ്പ് മരണത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തുതയായിരുന്നു മൂര്, സ്മുർന്ന സഭ. ആ സഭയോട് കർത്താവ് പറയുന്ന വാക്കില് തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുന്നു. എന്നിട്ട് ആ സഭയോട് പറയുന്നു, മരണപര്യന്തം വിശ്വസനായിരിക്കുക, എന്നാൽ ജീവികരണം പ്രാപിക്കും. എന്നാൽ കർത്താവോട് എടുത്തു പറഞ്ഞു, അവന് 2ാം മരണത്തിന്റെ ദോഷം വരികയില്ല. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ആ ഭൂമിയിൽ സ്മുർണ എന്ന സഭയിലെ ആ പ്രിയപ്പെട്ടവർക്ക് എഴുതുമ്പോൾ പറയുന്നതാണോ ഇത്? പ്രവചനപരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അത് ശരി. ഈ കാലഘട്ടത്തിന്റെ ദൂത് പ്രധാനപ്പെട്ടത് ഈ റോമൻ ചക്രവർത്തിമാരുടെ പീഡനത്തിൽ സംഭവിച്ച സഭയുള്ള ബന്ധത്തിലാണ്. അപ്പോൾ അവർ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഉറപ്പ് കൊടുത്തു, 2ാം മരണത്തിന്റെ ദോഷം വരില്ല. അപ്പം ദുർമരണങ്ങളുടെ, അതായത് മാനുഷിക മനസ്സിലുള്ള ചിന്ത ദൈവത്തിന്റെ അപ്രീതി കൊണ്ട് മരിക്കുന്നു, അങ്ങനെ അവർ മരണത്തിൽ വാസ്തവത്തിൽ ശിക്ഷിക്കപ്പെടുന്നു എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ കടന്നു വന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളിങ്ങനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, ഞാനും മരിച്ചവനാണ്, ജീവിക്കുന്നു, മരണപര്യന്തം നിങ്ങൾ വിശ്വസ്തരായിരിക്കും, എന്നാൽ ജീവികരണം പ്രാപിക്കും, 2ാം മരണത്തിന്റെ ദോഷം നിങ്ങൾക്ക് വരില്ല.
ഈ രണ്ടാം മരണം എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? രണ്ടാം മരണം എന്ന് ബൈബിള് തന്നെ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാം മരണവും അപ്പൊ അതിനോടനുബന്ധിച്ചൊന്ന് തീർച്ചയായിട്ടും ഏദനിൽ വെച്ച് ദൈവം പറഞ്ഞില്ലേ, നീ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആത്മീകമായ മരണം അവന് സംഭവിച്ചു. അതൊന്നാമത്തെ മരണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഓർത്തതുപോലെ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യനും ഹാഫ് ഡെഡാ. ജനിക്കുമ്പോൾ തന്നെ ആ മരണ പ്രക്രിയ അവന്റെ ശരീരത്തിൽ വ്യാപരിക്കാൻ തുടങ്ങി. റോമലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നു, മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണം എന്റെ ശരീരത്തിലുണ്ടെന്ന്. ലോ ഓഫ് സിൻ ആൻഡ് ലോ ഓഫ് ഡെത്ത്. മരണം അന്ന് തൊട്ടേ അവന് പ്രവർത്തിക്കുക. ഇന്നും അത് ഇങ്ങനെ അതിനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും മരിക്കുന്നു. മരണം ഇന്നും ഒരു യാഥാർത്ഥ്യമാണല്ലേ? യാഥാർത്ഥ്യമാണ്. കാരണം പാപം ചെയ്ത ദേഹം മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു. പാപത്തിന്റെ ശമ്പളം മരണമാണ്. മനുഷ്യന്റെ ഈ പാപം മൂലം ഈ മരണം സകല മനുഷ്യരും വ്യാപരിച്ചായിട്ടാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ രണ്ടാം മരണം എന്ന് പറയുന്നത് മരണശേഷം അവനെ ദൈവം ന്യായം വിധിക്കുന്നുണ്ട്. ആ ന്യായവിധിയിൽ അവന് രക്ഷിക്കപ്പെടാത്തവരെ ന്യായം വിധിച്ച് നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുന്നുണ്ട്. ആ തള്ളിക്കളഞ്ഞതിനെ കുറിച്ച് ഞാൻ വായിക്കാം. വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവസ്വത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും എഴുതുന്നുണ്ട്. ബൈബിളിലെ അവസാന പുസ്തകം അല്ലേ? അതെ, അവസാനത്തെ പുസ്തകം. അതിന്റെ 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്രേ. ഇത് രണ്ടാമത്തെ മരണം. അപ്പോൾ അവിടെ ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പോകുവിൻ എന്നുള്ള വാക്ക് കേൾക്കുന്നു. എന്നും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ആ തീയിൽ കിടക്കുന്ന, നിത്യാഗ്നിയിൽ കിടക്കുന്ന അനുഭവമാണ് രണ്ടാമത്തെ മരണം. ഇവിടെ കർത്താവ് സ്മൃന്ദാ സഭയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു, ഏത് വിധമായ മരണമായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വെച്ചുള്ള ഏത് തരത്തിലുള്ള മരണമായിക്കൊള്ളട്ടെ. ഞാൻ ഓർപ്പിച്ചു, 50 ലക്ഷം ദൈവമക്കളെ ആ കാലഘട്ടത്തിൽ കൊന്നൊടുക്കിയിട്ടും വീണ്ടും ചരിത്രം മുഴുവൻ ആവർത്തിച്ചാൽ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ക്രിസ്തുവിശ്വാസികളെ ഇന്നും കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പീഡനം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. ഇന്നും ധാരാളം പേർ മരിക്കും. നമുക്ക് ഒറീസയിൽ സംഭവിച്ചതറിയാം, ഗ്രഹാം സ്റ്റെയിൻസിന്റെ കാര്യം അറിയാം. അതെ അതെ, അവിടെ ഇത് ലോകപ്രസിദ്ധമായി തീർന്ന കാര്യങ്ങളാണ്. ആ ക്രിസ്തുവിശ്വാസി ആയതുകൊണ്ട് അവരെ കൊല്ലുന്നു. വീണ്ടും ഒറീസയിലെ വർഗീയ കലാപത്തിൽ സംഭവിച്ച നമുക്കറിയാം. എന്നാൽ അവിടെ ശ്രദ്ധിച്ചാൽ ഇവരാരും പ്രതികരിക്കുന്നില്ല, ഇവരാരും വാളെടുക്കുന്നില്ല. ശരി, അന്ന് ഈ ഗ്രഹാം സ്റ്റെയിൻസിനെയൊക്കെ വധിക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു ബന്ധോ ക്രൈസ്തവ സ്നേഹിതര് ഒരു അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ദേശീയ തലത്തിൽ പോലും ആ സംസ്ഥാനത്തും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ എന്താ പറഞ്ഞത്? അവരോട് ക്ഷമിക്കാനായിട്ടാണ് പറഞ്ഞത്. അതെ, പത്രത്തിൽ അത് അച്ചടിച്ച് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു പറഞ്ഞു, പത്രോസ് കർത്താവിന് വേണ്ടി പോരാടുവാനായിട്ട് വാളെടുത്തപ്പം പറഞ്ഞു, നിന്റെ വാൾ ഉറയിലിടാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവിന്റെ കാരണം പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല, നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൽ രാജ്യം സ്ഥാപിക്കുന്നവരാണ് യുദ്ധം ചെയ്യുന്നതും വാളെടുക്കുന്നതും. ഈ ലോകത്തിൽ കാണുന്നത് താൽക്കാലികമെന്ന് യേശുനാഥൻ അവരെ പഠിപ്പിച്ചു. ഈ കാണുന്ന താൽക്കാലികമാണ്, നിങ്ങൾ വാളെടുത്ത് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്തരൂക്ഷിത വിപ്ലവത്തെ ഒരിക്കലും ബൈബിൾ അല്ലെ ക്രൈസ്തവ സഭ അനുകൂലിക്കുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ സകല ഭരണകർത്താക്കൾക്കും കീഴടങ്ങണം. അത് ശാന്തന്മാർക്ക് മാത്രമല്ല, മൂർഖന്മാർക്കും കീഴടങ്ങാൻ പറഞ്ഞിരിക്കും. നമ്മളെ ഭരിക്കുന്ന ഗവൺമെന്റ് നമ്മൾ കീഴടങ്ങിയിരിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതാണ് ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും വാളെടുക്കാനോ, കാരണം ബൈബിൾ തീർത്തും പഠിപ്പിക്കുന്നു, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരമില്ല. ഇതിന്റെ മുകളിൽ ഒരു സിംഹാസനമുണ്ട്, ദൈവത്തിന്റെ സിംഹാസനം. ആ സിംഹാസനം സകലത്തെയും ഭരിക്കുന്നുണ്ട്. അതവർ വിശ്വസിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ ദുർമരണങ്ങൾ അവർക്ക് സംഭവിക്കുമ്പോൾ നമുക്ക് മാനുഷികമായി കാണാൻ കഴിയുന്ന ഭാഗമേ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളൂ. ഞാനൊരു ദൃഷ്ടാന്തം എടുത്ത് കാണിക്കാം. ഒരു ദുർമരണമാണെന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ ക്രിസ്തു ശിഷ്യന്മാരിൽ അവന്റെ ശിഷ്യനായിരുന്ന സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സംഭവം പറയുന്നുണ്ട്. അത് ശരി. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ശരീരത്തെ എറിഞ്ഞു കൊല്ലുകയാണ്, കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. അവന്റെ ശരീരത്തെ അവർ കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് ചതയ്ക്കുകയാണ്. ഈ കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് ചതയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അവന്റെ ശരീരം ഇവിടെ ചതയ്ക്കപ്പെടുന്നു, അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ സ്തെഫാനോസിന് സംഭവിച്ച എന്നാണെന്നറിയാമോ? ഇവിടെ വായിക്കുന്നുണ്ട്, അവൻ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും അവൻ കാണുന്നു. യേശുക്രിസ്തുവിനെ കാണുന്നു. അതായത് ഭൂമിയിൽ അവന്റെ ജീവിതം അവസാനിക്കുമ്പോൾ സ്വർഗത്തിൽ അവന്റെ വാതിൽ തുറന്നു കിടക്കുന്നവൻ കാണുകയാണ്. ഈ ഭൂമിയിൽ അവന്റെ ശരീരം അവർ ചതയ്ക്കുമ്പോൾ അവന് വേണ്ടി സ്വർഗത്തിലൊരു വാതിൽ തുറന്നു കൊടുക്കുന്നു. അവനെ സ്വീകരിക്കാൻ ദൈവപുത്രനോട് എഴുന്നേറ്റ് നിൽക്കുന്നു. എത്ര അത്ഭുതകരമായ ഒരു ചിത്രമാണ്. അതുകൊണ്ടാണ് തനിക്കും അവരോട് ക്ഷമിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ തന്റെ കണ്ണുകൾ അടയ്ക്കുന്നത്. ഈ സ്തെഫാനോസ് ക്രൈസ്തവ സഭാചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. അപ്പൊ തന്നെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ മഹാൻ മരിക്കുന്നത്. എന്തുകൊണ്ടാണ്?
കർത്താവ് തന്നെ ചെയ്തു. ഇവരോട് ക്ഷമിക്കണം, ഇവർ ചെയ്യുന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണം. വാസ്തവത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നത് അജ്ഞത കൊണ്ടാണ്, ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട്. മാത്രമല്ല കർത്താവായ യേശുക്രിസ്തു തന്നെ തിരുവായ്മൊഴിഞ്ഞു പറഞ്ഞ ഒരു വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതോടുള്ള ബന്ധത്തിൽ അതൊന്ന് കേൾക്കേണ്ടതാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക്. എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നു, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ, അതേ അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ദേഹത്തെ കൊല്ലുന്ന ഒരു മനുഷ്യനെ പേടിക്കേണ്ട എന്ന് കർത്താവ് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. യെസ്, അവർക്ക് മാക്സിമം ചെയ്യാൻ കഴിയുന്നത് ദേഹത്തെ കൊല്ലാനേ കഴിയുള്ളൂ. അതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവരുടെ ദേഹിയോ ആത്മാവിനെ തൊടാൻ കഴിയില്ല. ഭയപ്പെടാൻ ആവശ്യപ്പെട്ടത് ഈ കൊല്ലുന്നവരെ അല്ല, നരകത്തിൽ കളയാൻ അധികാരമുള്ള ഒരുത്തരുണ്ട്, അവനെ ഭയപ്പെടാൻ, ദൈവത്തെ ഭയപ്പെടാൻ പറഞ്ഞു. ഇത് കർത്താവ് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ ശിഷ്യന്മാർ പോരാടാതെ മരണത്തെ പുഞ്ചിരിച്ചുകൊണ്ട് വാസ്തവത്തിൽ സ്വീകരിപ്പാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. കാരണം അവർക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ അവരുടെ ഹൃദയത്തിൻ്റെ നങ്കൂരമാണ്. ആ പ്രത്യാശ അവർക്ക് ഉറപ്പാണ്. അവരുടെ ഗുരുനാഥൻ്റെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ശരീരം എഴുന്നേൽക്കുമെന്നുള്ളത് അവർക്ക് ഉറപ്പുണ്ട്. അവര് ഈ കർത്താവ് പറഞ്ഞത് സത്യമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അത് യാതൊരു വിധത്തിലും പൊളിയല്ല, അത് യാതൊരു വിധത്തിലും അവരെ കളിപ്പിക്കാനുള്ളതല്ല എന്നുള്ള വിശ്വാസം അവർക്ക് പൂർണ്ണമായിട്ടുള്ളത് കൊണ്ടാണ് ഈ വിശുദ്ധന്മാർ മരിക്കുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതും ഇന്നും ഏൽപ്പിച്ചു കൊടുക്കുന്നതും. ഇന്നും അവർ വാളെടുക്കാതെ. അല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ സ്ഥാപിക്കുന്ന ഒരു സാമ്രാജ്യത്തിന് വേണ്ടി പോരാടിയേനെ. വാസ്തവത്തിൽ ഈ ബൈബിൾ പഠിപ്പിക്കുന്ന ആ അടിസ്ഥാന ജ്ഞാനമുള്ള വ്യക്തികൾ ആരും വാസ്തവത്തിൽ ഈ നിലയിലുള്ളതായിരിക്കുന്ന ഒരു ആക്രമണത്തിനോ വിപ്ലവത്തിനോ അല്ലെങ്കിൽ വാളെടുക്കുവാനോ രക്തരൂക്ഷിതമായ ഒരു പ്രോഗ്രാമിന് പോവുകയല്ലെന്ന് എനിക്കിപ്പോഴാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത്. ചരിത്രത്തിൽ ഒരു പക്ഷെങ്കിൽ രേഖപ്പെടുത്തിയ ചില സംഭവങ്ങളുണ്ട്, കുരിശുയുദ്ധങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതെ, കുരിശുയുദ്ധങ്ങൾ വാസ്തവത്തിൽ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയവരായിരുന്നു അത് നടത്തിയത് അല്ല. അന്ധകാര യുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ബൈബിൾ വെളിച്ചമില്ലായിരുന്നു, ബൈബിൾ പ്രകാശമില്ല. ദൈവത്തിന്റെ വചനമാണ് പ്രകാശം കൊടുത്തത്. ആ പ്രകാശം അടച്ചു കളഞ്ഞു. ഈ ക്രിസ്ത്യസഭയെ നയിക്കുന്നവരും അന്ധരായി മാറി. അന്ധനെ വഴി കാണിക്കുകയാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചവനെ കൊല്ലുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വാളെടുത്തുകൊണ്ട് സിനഗോഗിലും മറ്റും നിൽക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരെ വളഞ്ഞിട്ട് തീയിട്ട് ചുട്ടുകരിക്കുകയായിരുന്നു ഈ കുരിശുയുദ്ധക്കാരൻ. അത് വാസ്തവത്തിൽ അജ്ഞത കൊണ്ട് സംഭവിച്ചത്. അതൊരിക്കലും ക്രിസ്തു ശിഷ്യന്മാരുടെ കർത്താവ് കൊടുത്ത ഉപദേശമല്ല, കർത്താവിന്റെ ഉപദേശമല്ല, സഭയുടെ ഉപദേശമല്ല. ബൈബിൾ അത് പഠിപ്പിക്കുന്നു ഇല്ലല്ലേ? അതുകൊണ്ടാണ് ലോകത്തിലാകമാനം ശ്രദ്ധിച്ചാൽ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനും ആ വിധത്തിൽ പ്രതികരിക്കാതിരിക്കുന്നതിന്റെ കാരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൈസ്തവ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റെല്ലാ ഇസങ്ങളിൽ നിന്നും മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചത്ത് വളരുന്ന ഒരു കാര്യമാണിതല്ലേ? ഇത് ബ്രദർ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിലെ ഈ ക്രിസ്തുമതം കൊണ്ടുവന്നതെന്നുള്ളതൊരു ആക്ഷേപമുണ്ടായിരുന്നു. എന്നാൽ ലോകത്തിലാകമാനം ഒരു സ്ഥലത്തല്ല, ലോകത്തിലാകമാനം അവൻ്റെ വെളിച്ചം പടർത്തുകയായിരുന്നു. അപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ വളർച്ച കണ്ടിട്ട് ഒരു കൂട്ടം ആളുകൾ നെഹ്റുവിൻ്റെ അടുക്കൽ ചെന്നു, മഹാനായ ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുക്കൽ ചെന്ന് ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു ബുദ്ധിമാനായ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? നിങ്ങളവരെ തൊടാൻ പോകണ്ട, നിങ്ങളവരെ തൊട്ടാൽ, അവരെ കൊന്നാൽ ഇവർ വളരും. അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു. അവരെ കൊല്ലാതിരുന്നാൽ, അവരെ ലോകത്തിന്റെ വഴിയിൽ വിട്ടുകളഞ്ഞാൽ അവർ അത്രയും വളരത്തില്ല. എവിടെയും നോക്കിയോ ചൈനയിലെ കമ്മ്യൂണിസം അവരെ കൊന്നൊടുക്കാൻ ശ്രമിച്ചു. ഇന്ന് ഏറ്റവും അധികം വിശ്വാസികളുള്ള ഒരു സ്ഥലമായി മാറി. ഈ അടുത്തിടെ പല വാർത്താ പത്രികകൾ കൂടെയും വായിക്കാനിടയായി, പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, അവിടെ ബൈബിൾ പ്രിന്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തന്നെ ഇപ്പൊ അനുവാദം കൊടുത്തിരിക്കുന്നു. മാത്രമല്ല ഒരുപാട് അണ്ടർഗ്രൗണ്ട് ചർച്ചസ് അവിടെ ഉണ്ടായി. അത് ശരി. ഒരുപാട് വിശുദ്ധന്മാർ, ഒരുപാട് പേര്, വാച്ച്മെന്നി മുതലായ ആളുകളൊക്കെ ആരാ ലോകപ്രസിദ്ധമായിട്ടുള്ളവര് അവിടെ നിന്ന് വന്ന വാസ്തവത്തിൽ വജ്രങ്ങളെ പോലെയുള്ള വിശുദ്ധന്മാരാണ്. അവര് ഈ അണ്ടർഗ്രൗണ്ട് ചർച്ചസിൽ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരാണ്. ഈ ഞാൻ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു ഭൂമി ജീവിച്ചിരുന്ന സമയങ്ങളിൽ മരിച്ച വ്യക്തികളോട് വ്യക്തിപരമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ? മരിച്ച വ്യക്തികളുമായിട്ടുള്ള തൻ്റെ ഇടപെടൽ, തൻ്റെ സമീപനം എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് എന്തെങ്കിലും രേഖകളുണ്ടോ? തീർച്ചയായിട്ടും കർത്താവിൻ്റെ ജീവിതത്തെ രേഖപ്പെടുത്തിയ സുവിശേഷങ്ങൾ അതിനെ പരാമർശിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ഒരു ഫ്യൂണറലിൽ പങ്കെടുത്താൽ ആ ഫ്യൂണറൽ പുനരുത്ഥാനമായി മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു 3 സന്ദർഭങ്ങളിലെ മരിച്ച ശരീരങ്ങളുടെ അടുക്കൽ ചെന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. തൻ്റെ ഈ ലോക ജീവിതത്തിൽ താൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന 3 സന്ദർഭങ്ങളേ ഉള്ളൂ. എന്നാൽ ഈ 3 സന്ദർഭങ്ങളിലെയും ആ സംഭവം വായിച്ചു നോക്കിയാൽ
മരിച്ചുപോയ വ്യക്തികളെ ജീവനുള്ള ഒരാളെ വിളിക്കുന്ന പോലെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ മൃതന്മാരെ കർത്താവ് ജീവിപ്പിച്ചു അല്ലേ? ജീവിപ്പിച്ചെന്ന് മാത്രമല്ല, അവരെ വിളിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് ഈ സംഭവം നമുക്കറിയാം. ലൂക്കോസ് 7:14 നൈൻ പട്ടണത്തിലെ വിധവയുടെ മകനെ എഴുന്നേൽപ്പിക്കുന്ന കാര്യമാണ്. അതിന്റെ 14-ാം വാക്യത്തിൽ ബാല്യക്കാരാ എഴുന്നേൽക്കാന്ന് ഞാൻ നിന്നോട് പറയുന്നെന്ന് പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റെന്ന് സംസാരിച്ചു തുടങ്ങി. അപ്പൊ അവിടെ നോക്കിയാൽ മരിച്ച ശവമഞ്ചത്തിൽ കിടക്കുന്ന മനുഷ്യനെ കുഴിച്ചിടാൻ കൊണ്ടുപോവുക. ബാല്യക്കാരെ എഴുന്നേൽക്ക, ഒരു മനുഷ്യനോട് പറയുന്ന പോലെ അവൻ സംസാരിക്കും, ജീവിച്ചിരിക്കുന്ന ഒരാളെ വിളിക്കുന്ന പോലെ. രണ്ടാമത്തെ സംഭവം ഇതുപോലെ തന്നെ. രണ്ടാമത്തെ സംഭവം ലൂക്കോസ് 8:54 വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 8:54 എന്നാൽ അവൻ അവളോട് കൈക്ക് പിടിച്ചു ബാല എഴുന്നേൽക്കാന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവൾ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു. അവൾക്ക് ഭക്ഷണം കൊടുപ്പീനെന്ന് കൽപ്പിച്ചു. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു. സംഭവിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. നോക്കാം, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, കൈക്ക് പിടിച്ചിട്ട് ബാല എഴുന്നേൽക്കാന്ന് പറഞ്ഞു. ആരോ അടുത്തുള്ള ഒരാളോട് സംസാരിക്കുന്നല്ല കർത്താവ് ഈ മൃതമായ ശരീരങ്ങളോട് സംസാരിക്കും. ഈ ബാലിക പൂർണ്ണമായിട്ട് മരിച്ച് അടക്കപ്പെടാനായിട്ട് കൊണ്ടുപോകായിരുന്നു. ആദ്യം നമ്മൾ നൈൻ പട്ടണത്തിലെ വിധവയുടെ മകനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പറയുന്നത്. രണ്ടാമത് യായിറസിന്റെ മകളുള്ള ബന്ധത്തിലാണ് വായിക്കുന്നത്. മൂന്നാമത്തെ സംഭവം നമുക്ക് വളരെ പരിചയമുള്ള സംഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 11:43 മരിച്ച് ശവക്കളറടക്കി 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയ ലാസറിനെ കുറിച്ചാണ് വായിക്കുന്നത്. അവിടെ കർത്താവ് കല്ലറക്കി ലാസറെ പുറത്തു വരിക. മരിച്ച വ്യക്തികളെ പേർ ചൊല്ലി വിളിച്ചാണ് അവൻ പുറത്തു കൊണ്ടിരുന്നത്. യേശുക്രിസ്തു വാസ്തവത്തിൽ ജീവനുള്ള ദൈവം തന്നെയാണ്. അവൻ ജീവന്റെ ഉടയവനാണ്. ആരോ ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ വായിക്കുകയോ കേൾക്കുകയോ ചെയ്തു. ലാസറെ പുറത്തു വരിക, അല്ലെങ്കിൽ ഇവിടെ ഈ ബാല്യക്കാരുടെ കൈ പിടിച്ചിട്ട് ബാല്യക്കാരനോട് എഴുന്നേൽക്കാൻ പറയുന്നു. ഇവിടെ കൈ പിടിച്ച് എഴുന്നേൽക്കാൻ പറയുന്നു. കർത്താവ് പുറത്തു വരാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ ഭൂമിയിൽ മരിച്ചുപോയി എല്ലാവരും എഴുന്നേറ്റേനെ. ഇവിടെ പേര് വിളിച്ചത് കൊണ്ട് ആ പേര് വിളിച്ച വ്യക്തികൾ മാത്രമേ മടങ്ങി വരുന്നുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവൻ ജീവന്റെ മേൽ അധികാരമുള്ളവനാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ച വ്യക്തികളെ ഈ വിധത്തിൽ വിളിക്കുമ്പോൾ അവരുടെ പ്രാണനും ആത്മാവും മരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവരെ അങ്ങനെ വിളിക്കുന്നത്. അത് ശരി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ ചിന്തിച്ചില്ലേ? അതെ, കഴിഞ്ഞ ദിവസം സാർ അത് വിശദമാക്കി. അവരുടെ ആത്മാവ് മരിച്ചിട്ടില്ല, അവരുടെ ദേഹി മരിച്ചിട്ടില്ല, സോളും സ്പിരിറ്റും മരിച്ചിട്ടില്ല. അത് അപ്പോഴും ജീവിക്കുന്നുകൊണ്ടാണ് ആ പേര് ചൊല്ലി വിളിച്ചത്. അത് ശരി. അത് മടങ്ങി വന്ന് ശരീരത്തോട് ചേർന്ന് വീണ്ടും ജീവിതത്തിലേക്ക്. ഇവിടെ നമ്മൾ വായിച്ചതാണല്ലോ, ആത്മാവ് മടങ്ങി വന്നു, ജീവിച്ചു എഴുന്നേറ്റു, ഭക്ഷിക്കാൻ കൊടുക്കാൻ പറയുന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ മരിച്ചാൽ ഉയർത്തു നിൽക്കുമോ? ദിവസങ്ങളിലൊക്കെ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിൻ്റെ കാലത്തിന് പിറകിലുണ്ടായിരുന്ന ആ കാലഘട്ടങ്ങളിലെ ആൾക്കാർ, ഭക്തന്മാരായിരിക്കുന്നവർ, അവരുടെ മരണത്തെപ്പറ്റി അവർക്കെന്തെങ്കിലും പ്രത്യാശ, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ അവരുടെ പ്രത്യാശയെക്കുറിച്ച് എന്താണ് പറയുന്നത്? അവർക്കും പുനരുത്ഥാനമുണ്ടെന്നുള്ളത് അറിയാമായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ മരിച്ചാൽ ജീവിക്കുമെന്നൊരു ചോദ്യമുണ്ട്. അത് ശരി. എന്നാൽ മരിച്ചുപോയ തങ്ങളെ വീണ്ടെടുക്കുമെന്നും മരിച്ച തങ്ങളുടെ വാസസ്ഥലങ്ങൾ പാതാളമാണെന്നും ധാരാളം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാതാളമാണ് എന്ന് പറയുമ്പോൾ ആ പാതാളത്തെക്കുറിച്ച് ഒന്ന് പറയാം. നമുക്ക് അല്പം വിശദീകരിക്കാം. ഞാൻ 1-2 വാക്യങ്ങൾ അതുള്ള ബന്ധത്തിൽ വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ഭാഷയിൽ ഷിയോൾ എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹേഡീസ് എന്നും പറയുന്ന വാക്കാണ് മലയാള ഭാഷയിൽ പാതാളം എന്ന് നമ്മൾ ഇന്ന് പറയുന്നത്. എന്നാൽ പഴയ നിയമ ഏടുകൾ വായിക്കുമ്പോൾ ഭക്തന്മാരൊക്കെ മരിക്കുമ്പോൾ അവർ പാതാളത്തിൽ പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. അവരുടെ ശരീരങ്ങളോട് അടക്കുകയാണല്ലോ, എന്നാൽ അവരുടെ ദേഹിയും ആത്മാവും പാതാളത്തിൽ പോകുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയത്. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ, ആരംഭ പുസ്തകത്തിൽ തന്നെ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഭക്തന്മാരായ യാക്കോബ്, യോസേഫ് എല്ലാം വായിക്കാൻ നിർത്തിയില്ല. 1-2 പരാമർശങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കാം. യാക്കോബിന്റെ ചരിത്രം. യാക്കോബ് നമുക്കറിയാം ഭക്തനായ മനുഷ്യനാണ്. യാക്കോബ് സ്വർഗത്തിലുണ്ട്. ഞാൻ അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ ദൈവമാണെന്ന് കർത്താവ് തന്നെ രേഖപ്പെടുത്തി. അപ്പോൾ യാക്കോബിനോട് തന്റെ മകൻ യോസേഫ് മരിച്ചുപോയെന്ന് വന്ന് പറയുന്നു.
വളരെ ദുഃഖിച്ചു കരയുന്നു. ആ സംഭവം ഞാനൊന്ന് വായിക്കാം. 37-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. എൻ്റെ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ 35 വായിച്ചേക്കാം. അവൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചിരുന്നു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മകൻ മരിച്ചുപോയി, യോസേഫ്, അവൻ പാതാളത്തിലാണ്. ഞാൻ മരിക്കുമ്പോൾ ദുഃഖത്തോടെ ആ പാതാളത്തിലേക്ക് ചെല്ലും. അപ്പോൾ ഈ പഴയ നിയമത്തിലുള്ളവർ മരിക്കുമ്പോൾ അവർ പോകുന്ന സ്ഥലമാണ് പാതാളം എന്ന് പറയുന്നത്. പാതാളം എന്ന് പറഞ്ഞിരിക്കുന്നത് 42-ാം അധ്യായത്തിൽ യോസേഫിന്റെ മരണത്തെക്കുറിച്ചും അത് പറയുന്നുണ്ട്. 42-ാം അധ്യായത്തിലും നമ്മൾ അത് തന്നെ വായിക്കുന്നുണ്ട്. താന് അതിന്റെ 42-ന്റെ അവസാനത്തില് ആപത്തും വന്നാൽ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും. യോസേഫ് പറയുന്നുണ്ട്, ഇനി ബെഞ്ചമിനെ കൂടെ കൊണ്ടുപോയാൽ ദുഃഖത്തോടെ പാതാളത്തിലേക്ക്. ഈ പരാമർശം ദാവീദിന്റെ ചരിത്രത്തില്, യോസഫിന്റെ ചരിത്രത്തില്, കോരപുത്രന്മാരുടെ ചരിത്രത്തിൽ, പഴയ വിശുദ്ധന്മാരുടെ ചരിത്രത്തിലെല്ലാം അവർ മരിക്കുമ്പോൾ അവർ പാതാളത്തിൽ പോകുന്നെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ദുഷ്ടന്മാരും പാതാളത്തിലേക്ക് പോകും. അപ്പോൾ ഈ രണ്ടു കൂട്ടരും ഒരേ സ്ഥലത്താണോ പഴയ നിയമകാലത്ത് പോയിക്കൊണ്ടിരുന്ന ആ സ്ഥലം, വിശ്രമിച്ചിരുന്ന സ്ഥലം? അവർ നോക്കാം, നമ്മൾ ഇതുവരെ വിശുദ്ധന്മാർ കടന്നുപോയ സ്ഥലങ്ങളെ കുറിച്ചാണ് വായിച്ചത്. വിശുദ്ധന്മാർ മരിക്കുമ്പോൾ പാതാളത്തിൽ പോകുന്നു. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. സർവ നന്മകളും തിങ്ങി നിറഞ്ഞ് സമസ്ത ആനന്ദങ്ങളും കതിരണിഞ്ഞ് മങ്ങാതെ മായാതെ നിൽക്കുന്ന ഒരു അനശ്വര ജീവനും ജീവിതവും ആരാണ് ആഗ്രഹിക്കാത്തത്? പണക്കാർക്കും ദരിദ്രർക്കും ആത്മസുഖവും സമാധാനവും സന്തോഷവും കണ്ടെത്തുവാൻ കണ്ണു തുറന്ന് കാണേണ്ടതും കാതു തുറന്ന് കേൾക്കേണ്ടതും ഹൃദയം തുറന്ന് സ്വീകരിക്കേണ്ടതുമായ സമാധാന പ്രഭു ഇന്നും ജീവിക്കുന്നു.